ഇപ്പൊ ഞാനിവിടെ വരുമ്പോ തന്നെ ഒരു ചേച്ചിയാണ് നമ്മളിപ്പോ ഫണ്ടിന്റെ കാര്യം ചോദിച്ചു. MP ഫണ്ട് വേണം. ഞങ്ങള് MP ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു ദരിദ്രനാണ്. ഞാൻ നേരത്തെ MLA ആയിരുന്നു 3 ടേം. 3 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയാണ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ. 3 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റി. ഈ 3 പഞ്ചായത്തിന് ഒരു മുനിസിപ്പാലിറ്റിക്കും കൂടെ 5 കോടി രൂപ MLA ആസ്തി വികസന ഫണ്ട്, 1 കോടി രൂപ MLA ഫണ്ട്, 6 കോടി രൂപ ഡയറക്റ്റ് ഫണ്ട്. ഈ 3 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റി. പിന്നെ എല്ലാ വർഷവും ഒരു ബജറ്റ് വർക്ക് MLA എഴുതി കൊടുക്കുന്നതിന്റെ 20% ഏത് ഗവൺമെന്റ് ഭരിക്കുകയാണെങ്കിലും 20% ഫണ്ടോടുകൂടി ഒരു ബജറ്റ് വർക്ക് കിട്ടും. അത് ചിലപ്പോൾ 5 കോടിയുടെ ആവും, ചിലപ്പം 10 കോടിയുടെ ആവും, ചിലപ്പോൾ 4 കോടിയുടെ ആവും. വേണ്ട 5 ഒരു ശരാശരി പിടിച്ചു. 6, 5, 11. PWBയുടെ പ്ലാൻ ഫണ്ടിൽ ഓരോ വർഷവും ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട റോഡ് ഏതാണെന്ന് MLA ചോദിച്ച് MLAക്ക് കത്ത് കൊടുത്താൽ അതിലൊരു 4 കോടിയോ ചിലപ്പോൾ 5 കോടിയോ ചിലപ്പോൾ കൂടുതലോ കുറവായിട്ട് അത് കിട്ടും. അതും എല്ലാ വർഷം കിട്ടുമ്പോൾ 11, 5, 16. പിന്നെ SC ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റൊക്കെ ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് തന്നെ ഈ പറയുന്ന അത്രയും ഫണ്ട് വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു MLAക്ക് കഴിയുമെങ്കിൽ, ഇപ്പോഴാണെങ്കിൽ എന്റെ പൊന്നു താങ്കൾ ഇവരെല്ലാ പഞ്ചായത്തും ജയിച്ചിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. എല്ലാ പഞ്ചായത്തും കണ്ടമാനം മെമ്പർമാരുണ്ട്. മുനിസിപ്പാലിറ്റി എന്നെ കപ്പിനും ചുണ്ടിനും അടക്കാണ് ചെറുതായിട്ട് നഷ്ടപ്പെടുന്നത്. ഇപ്പൊ ജയിച്ചോരും മുഴുവൻ കാണുമ്പോൾ എനിക്ക് പേടിയാണ്. കാണുമ്പോ ഫണ്ട് എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഇതൊന്ന് ജയിച്ചു കിട്ടാൻ നിൽക്കുകയാണ്. ഫണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോ ഞാനൊരു ലെറ്റർ എടുക്കും. പ്രിയപ്പെട്ട MLA, ഈ വരുന്ന കത്തുമായി വരുന്ന കൗൺസിലർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർക്ക് താഴെ പറയുന്ന പദവിക്ക് ഫണ്ട് അനുവദിക്കണം എന്നൊരു കത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി തരുമോ?